വൈദികരെ, വന്യ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നെട്ടയും ഇടവകയിലെ പ്രഥമ വൈദികരെ പ്രഥമ ദിവ്യബലിയിലേക്ക് പ്രാർത്ഥനയോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അനേകം പേരുടെ പ്രാർത്ഥനയുടെ ഫലം ഒരു വലിയ ജനസമൂഹം കാത്തിരുന്ന ദിവസം, ഒരു ഇടവക ജനത്തിന്റെ ആദ്യാനുഭവം. അങ്ങനെ ഇന്നേ ദിനത്തെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. ഒരു നല്ല പുരോഹിതൻ ദൈവകൃപയുടെ മഹാ അത്ഭുതമാണ്. യേശുവിന്റെ ഹൃദയത്തിൽ നിറയുന്ന സ്നേഹമായ പൗരോഹിത്യം ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വരദാനമാണ്. ഈ പുരോഹിതന്റെ അഭിഷിക്തകരങ്ങൾ ഇനി അനുഗ്രഹം ചൊല്ലും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, ആത്മാവിനെ വർഷിക്കും. നവവൈദികനായ ബഹുമാനപ്പെട്ട വർഗീസ് ജോസഫ് അച്ഛന് ഇടവകയുടെ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. വർഗീസ് ജോസഫ് അച്ഛനെ കുറിച്ച് ഒരു ലഘു വിവരണം. ശ്രീമാൻ ജോസഫിന്റെയും ശ്രീമതി സെൽവിയുടെയും മൂന്നാമത്തെ മകനായി 1992 ഡിസംബർ മാസം 2-ാം തീയതി ബഹുമാനപ്പെട്ട വർഗീസ് ജോസഫ് അച്ഛൻ ജനിച്ചു. ആന്റണി സേവ്യർ, അലക്സ് എന്നിവരാണ് വർഗീസിന്റെ സഹോദരങ്ങൾ. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ നിന്ന് സ്കൂൾ ജീവിതം പൂർത്തിയാക്കി 2010 സെമിനാരിയിൽ ചേർന്നു. ആലുവ കാർമൽ സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പൂർത്തിയാക്കി. മംഗളാട്ടുകടവ് വിശ്വപ്രകാശ് സെൻട്രൽ സ്കൂളിൽ റീജൻസി ചെയ്യുകയും പുതിയതുറ സെന്റ് നിക്കോളാസ് ദേവാലയത്തിൽ ഡീക്കൻ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും ചെയ്തു. വർഗീസ് അച്ഛൻ സ്വീകരിച്ച ആപ്തവാക്യം കരുണ തോന്നി പാപിയായി എന്നെ അവൻ തെരഞ്ഞെടുത്തു എന്നാണ്. ക്രിസ്തുവിന്റെ പുരോഹിതനായി തീർന്ന ബഹുമാനപ്പെട്ട വർഗീസ് ജോസഫ് അച്ഛൻ തന്റെ പ്രഥമ ദിവ്യബലി ഇന്ന് അർപ്പിക്കുമ്പോൾ വർഗീസ് അച്ഛനും അച്ഛന്റെ കുടുംബത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇടവകയിൽ ഒരു വൈദികനെ നൽകിയതിൽ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. പുരോഹിതൻ ദൈവത്തിൽ നിന്നുള്ള സന്ദേശവാഹകനാണ്. പരിശുദ്ധമായവ നിർവഹിക്കാൻ സ്വർഗത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ടവൻ. നമ്മുടെ പ്രാർത്ഥനകൾ അവനെ ശക്തിപ്പെടുത്തും, കൂടുതൽ പരിശുദ്ധിയോട് ജീവിക്കാൻ അവനെ പ്രാപ്തനാക്കും. ഈ ദിവ്യബലി ഈ പുരോഹിതനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ കൂട്ടുകൈകളോടെ ദിവ്യബലിക്കാൻ എഴുന്നേൽക്കാം. പരിശുദ്ധ
ക്രിസ്തുവിന് എത്രയും സ്നേഹം നിറഞ്ഞ വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഈ അൽത്താരയ്ക്കും ഈ ബലിക്കും ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ പൗരോഹിത്യ ജീവിതം ഞാൻ ഈ അൽത്താരയോട് അടുക്കാൻ വേണ്ടി, ഈ അൽത്താരയെ ചുംബിക്കാനും കർത്താവിനെ കരങ്ങളെടുക്കുവാനും യോഗ്യനാകാൻ തക്ക വിധത്തിൽ ഒരുപാട് പേരുടെ നല്ല മനസ്സുകളാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. അങ്ങനെയുള്ള കുറെ നല്ല മനസ്സുകളാണ് ഈ അൽത്താരയ്ക്ക് ചുറ്റുമായി എൻ്റെ മുമ്പിലായിരിക്കുന്നത്. അതാണ് ഈ അൽത്താരയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ഞാനൊരു നല്ലൊരു പുരോഹിതനായി തീരണമെന്ന ആഗ്രഹത്തോടെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട കുറെ മനുഷ്യരാണ് എൻ്റെ മുമ്പിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എടുത്ത ആപ്തവാക്യങ്ങളാണ് കരുണ തോന്നി പാപിയായി എന്നെ അവൻ തിരഞ്ഞെടുത്തു. ഈ വാക്കിനൊരു അർത്ഥമുണ്ട്. എന്റെ ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ കരുണയിൽ മാത്രം ആശ്രയിച്ചതാണ് തികഞ്ഞ ബോധ്യത്തിൽ എടുത്ത ആപ്തവാക്യമാണ്. കാരണം ഒരുപാട് അയോഗ്യതകളും കുറ്റങ്ങളും കുറവുകളും ജീവിതത്തിലുണ്ടായിരിക്കുമ്പോൾ കർത്താവ് ഇതൊന്നും പരിഗണിക്കാതെ അവന്റെ ശരീരം കരങ്ങളിൽ എടുക്കുവാൻ, അവന്റെ അൽത്താര സ്വന്തമാക്കുവാൻ എന്നെ യോഗ്യനാക്കി തീർത്തു. ഇതിനേക്കാൾ എന്ത് മഹാഭാഗ്യമാണ് ഇനി എന്റെ ജീവിതത്തിൽ ലഭിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ഈ ബലി അർപ്പിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ മാർപ്പാപ്പയായ അവസരത്തിൽ ദൈവജനത്തോട് പറഞ്ഞ അതേ വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മരണം വരെ ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിച്ച് ക്രിസ്തുവിന്റെ പുരോഹിതനായി മരിക്കുവാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ബലി മുഴുവൻ ഞാൻ എനിക്ക് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗവും ഈ ബലിയിൽ നിങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ നിയോഗവും സഫലമായി തീരുവാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ബലിബന്ധി നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി വന്നുപോയ എല്ലാ കുറവുകളെയും കുറ്റങ്ങളെയും ഓർത്ത് മനസ്സരിച്ചുകൊണ്ട് പരിശുദ്ധമായി ഈ ബലിക്കായി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം.
പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ എന്റെ ഹൃദയം പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ രഹസ്യങ്ങളെ അനുഷ്ഠിക്കുന്നതിനും അങ്ങേ സഭയെ വിശ്വസ്തയോടെ സേവിക്കുന്നതിനും അനന്തമായ ഉപവിയാൽ അങ്ങേ സ്നേഹിക്കുന്നതിനും ഞാൻ അർഹനാകുമാറാകട്ടെ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തുവേ, ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ഹൃദയവും ഒരാത്മാവുമായിരുന്നു ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തം എന്ന് അവകാശപ്പെട്ടിട്ടില്ല. എല്ലാം പൊതു സ്വത്തായിരുന്നു. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയെത്തിനെയും വിറ്റുകിട്ടിയതുക അപ്പോസ്തലന്മാരുടെ കാലുകൾ അർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. കർത്താവിന്റെ വചനം.
ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച് ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ് യേശു ക്രിസ്തു. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്, ആത്മാവ് സത്യമാണ്. കർത്താവിന്റെ വചനം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക എന്നത് നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. കർത്താവിന്റെ സുവിശേഷം. വൈദിക സെക്ഷനെ, ആദരണീയരായ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നെട്ടയം ഇടവകയ്ക്കും ഈ പ്രദേശത്തിനും വർഗീസച്ചൻ്റെ കുടുംബത്തിനും വർഗീസച്ചനും ഈ ദിനം ഇനിയുള്ള എല്ലാ കാലഘട്ടങ്ങളിലും സ്മരിക്കപ്പെടുന്ന സുന്ദര ദിനമാണ്. ഈ ഒരു പ്രദേശത്തിന് ഇതിന് മുമ്പ് അനുഭവം ഇല്ലാത്ത ചില അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഈ ഇടവക. ഈ ഇടവകയുടെ പൗരോഹിത്യത്തിൻ്റെ ആദ്യ സന്തതിയാണ് വർഗീസച്ചൻ. അതിനാൽ തന്നെ
അനുഗ്രഹമായി ഈ സമയങ്ങൾ നമുക്ക് കിട്ടിയ മഴ പോലെ ഒരു കുളിർമയായി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, ഈ പ്രദേശത്ത്, ഈ ഇടവകയിൽ ദൈവം നിർബാധം ഈ പൗരോഹിത്യത്തിൻ്റെ പുണ്യകരം വഴി അനുഗ്രഹമായി ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതാണ് എൻ്റെ പ്രാർത്ഥനയും. ഒരുപക്ഷെ ഇന്ന് ഈ അച്ഛന് വേണ്ടി ഈ ഒരു പ്രസംഗം പ്രസംഗിക്കേണ്ടി ഇരുന്നത് ഒരുപക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ ലലിതാജ് അച്ഛൻ ആയിരിക്കും. അകലെയാണെങ്കിലും ഇതെല്ലാം കാണുകയും വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകും. കാരണം അച്ഛനാണ് ഈ ദൈവവിളി പരിപോഷിപ്പിക്കുന്നതിന് വിത്ത് പാവിയ അച്ഛൻ. ഒപ്പം തന്നെ ഈ ഒരു ദൈവവിളി ഈ ഒരു നാടിനും ഇടവകയ്ക്കും അനുഗ്രഹമായി ഭവിച്ചുവെങ്കിൽ ഒരുപക്ഷെ വർഗീസ് അച്ഛൻ്റെ ഗുണഗണങ്ങളെ പറ്റി പറയുന്നത് ആയിരിക്കില്ല അതിൻ്റെ യാഥാർത്ഥ്യം. അതിൻ്റെ യാഥാർത്ഥ്യം ഈ ആലയത്തിൽ അൾത്താരയിൽ വർഗീസ് അച്ഛനെ എത്തിക്കുവോളം പ്രാർത്ഥിച്ച, ത്യാഗം ചെയ്ത, കണ്ണീരൊഴുക്കിയ, ഇപ്പോൾ ഈ അൾത്താരയുടെ ഏറ്റവും മുമ്പിൽ ഇരിക്കുന്ന വർഗീസ് അച്ഛൻ്റെ മാതാപിതാക്കളാണ്. വളരെ ഒന്നും ഈ ലോകത്തിൻ്റെ കണ്ണിൽ അഭിമാനിക്കാനോ അഹങ്കരിക്കാനോ ഉള്ള ഒരു കുടുംബം ആയിരുന്നില്ല. വർഗീസ് അച്ഛൻ്റെ അച്ഛനെ സ്മരിക്കണം. ഒരു ധന്യനായ ഒരു വ്യക്തി എന്ന് പറയാൻ കാരണം ഔസേപ്പിതാവിന്റെ ഈ ഒരു വർഷത്തിൽ എന്തൊക്കെ ഔസേപ്പിതാവിനെ പറ്റി ചിന്തിക്കാമോ ഒരു വലിയ പരിധിവരെ ഈ ഒരു മനുഷ്യരിൽ നമുക്കെല്ലാം കാണാൻ സാധിക്കും. കുറെയൊക്കെ അലച്ചിലിൻ്റെ കാലഘട്ടം, കുറെയൊക്കെ പ്രവാസിയെ പോലെ നടന്ന കാലഘട്ടം, കുറെയൊക്കെ ത്യാഗത്തിലൂടെ കടന്നുപോയ കാലഘട്ടം, അധ്വാനിച്ച് മക്കൾക്ക് നട്ടെല്ല് കൊടുത്ത ഒരു പിതാവ്, ആരെയും ഒരിക്കലും അപമാനവിധേയൻ ആക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പിതാവ്, അധികമൊന്നും സംസാരിക്കാൻ ഇഷ്ടപ്പെടാനോ ആഗ്രഹിക്കാത്ത ഒരു പിതാവ്, സംസാരിച്ചതെല്ലാം ഔസേപ്പിതാവിനെ പോലെ പ്രവൃത്തിയിലൂടെ ഒരു കുടുംബത്തെ തിരുക്കുടുംബം പോലെ വളർത്തിയ പിതാവ്. അമ്മ നിവർന്നു നിന്നതായി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇങ്ങനെ മാതാവിനെ പോലെ മാറി അകന്നു നിൽക്കുന്നത് എപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. പ്രാർത്ഥനയുടെ ഒരമ്മയാണ്, എല്ലാ നന്മകളും ആഗ്രഹിക്കുന്ന ഒരമ്മയായി, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയായിട്ടുമാണ് ഈ വർഗീസ് അച്ഛൻ്റെ അമ്മയെ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇവിടെയും ആ മാതാവിൻ്റെ ഹിതം പോലെ ദൈവത്തിൻ്റെ ഹിതം അതെന്താണോ എൻ്റെ കുടുംബത്തിന് അത് നിറവേറട്ടെ. പക്ഷേ മാതാവിൻ്റെ സ്തുതിഗീതം പോലെ ദൈവം ഉയർത്തി, അത്യധികമായി ഉയർത്തി, എല്ലാ കുടുംബങ്ങളെയോ അഭിമാന വിധേയമാക്കാവുന്ന പ്രശസ്തിയുള്ള, പാരമ്പര്യമുള്ള, കുലമഹിമയുള്ള ഏത് കുടുംബത്തെക്കാൾ ദൈവത്തിന്റെ തിരുമുമ്പിൽ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഈ മക്കളെ വളർത്തുവാൻ ഈ മാതാപിതാക്കൾക്ക് സാധിച്ചു എന്നതാണ്. അത് വർഗീസ് അച്ഛന്റെ മാത്രം കാര്യത്തിലല്ല, അത് അവന്റെ സഹോദരനായ സേവ്യറിന്റെ കാര്യത്തിലാകട്ടെ, അലക്സിന്റെ കാര്യത്തിലാകട്ടെ, ഈ വളർന്നു വന്ന കുടുംബത്തിലേക്ക് കടന്നു വന്ന രണ്ട് മക്കളുടെയും കാര്യത്തിലുമാകട്ടെ, ഈ എല്ലാ നന്മകളുടെയും ഒരു സമ്പൂർണതയാണ് ഇന്ന് നാം കാണുന്നത്. നല്ല വൃക്ഷത്തിന് നല്ല ഫലം ഉണ്ടാകുകയുള്ളൂ. മോശം വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം എങ്ങനെ പ്രതീക്ഷിക്കും? കർത്താവിൻ്റെ വാക്കലേത് എല്ലാ കുടുംബങ്ങൾക്കും, ഇനി വരുന്ന എല്ലാ ദൈവവിളിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് കുടുംബം എന്നത് എത്രയോ അനുഗ്രഹീതമായ ഒരു അൾത്താരയാണെന്നും ആ അൾത്താരയിൽ നിന്ന് ജന്മമെടുക്കുന്ന ദിവ്യമായ കൂദാശയാണ് പൗരോഹിത്യം എന്നും എന്നെ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കുന്നത് വളരെ നന്നാണ്. വർഗീസ് അച്ഛൻ പഠനത്തിലും സാഹിത്യ അഭിരുചിയിലും ഗാനാലാപനത്തിലും
ഈ സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിലും ഓർഗനൈസിങ് സ്കില്ലുകളുടെ കാര്യത്തിലും പരസഹായത്തിൻ്റെ കാര്യങ്ങളിലുമൊക്കെ ഒത്തിരിയേറെ മുന്നോട്ട് നിൽക്കുന്ന ഒരച്ഛനാണെന്ന് നമുക്കറിയാം. പല സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങളായി ശുശ്രൂഷയ്ക്കും മിനിസ്ട്രിക്കും ഒക്കെ വിട്ട സ്ഥലങ്ങളിലൊക്കെ ഒത്തിരിയേറെ സത്പേര് ലഭിച്ച ഒരു അച്ഛൻ കൂടിയാണ് വർഗീസ് അച്ഛൻ. ഈ എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഈ രൂപതയ്ക്കും ഈ പ്രദേശത്തിനും ഇനി വരാൻ പോകുന്ന തലമുറകൾക്കും ഈ പൗരോഹിത്യം വലിയ ആശീർവാദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും സ്നേഹപൂർവ്വം ആ നന്മകൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ 7 അച്ഛന്മാർക്കും വർഗീസ് അച്ഛനും ഒരു അൾത്താര പൂവിനേക്കാൾ പൂവണിഞ്ഞ് നിൽക്കുകയാണ്. 7 പേരും ഈ അൾത്താരയിൽ നിന്നപ്പോൾ. പഴയ നിയമത്തിൽ 7 എന്നത് പ്ലേറോമ, ഫുൾനെസ്, പെർഫെക്റ്റ് നമ്പറാണ്. ഇവരുടെയൊക്കെ സെമിനാരി ജീവിതത്തിൽ മറ്റച്ഛന്മാരെ പോലെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടറിയാം ദൈവം കനിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ അളവുകളില്ലാതെ അതിരുകളില്ലാതെ നൽകിയ ഒരു ബാച്ചായിട്ട് വേണം ഇവരെ കാണാൻ. ഒപ്പം വർഗീസിനെ പ്രിയമുള്ളവരെയാണ് സ്വർഗസ്ഥനായ പിതാവിനെ പോലെ ആയിത്തീരണം എന്ന് എഴുതിയിരിക്കുന്നത്. ഒന്നാമത് എഴുതിയിരിക്കുന്നത് ലേവ്യരുടെ പുസ്തകത്തിൽ 19-ാം അധ്യായം 2-ാം വാക്യത്തിലാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഒരു വ്യക്തിയുടെ, ഒരു പുരോഹിതന്റെ ഏറ്റവും സുന്ദരമായ മുഖം വിശുദ്ധിയാണ്. വിശുദ്ധിയാണ് പ്രഭ, വിശുദ്ധിയാണ് വെളിച്ചം. വിശുദ്ധിയുടെ ആ ബലത്തിലാണ് എല്ലാ കൂദാശകളും പരികർമ്മം ചെയ്യപ്പെടുന്നത്. ഇനിയോ ഒരു ജനസമൂഹത്തെ മുഴുവനെയുമായി പഠിപ്പിച്ചും നയിച്ചും വിശുദ്ധീകരിച്ചും അവരെ എത്തിക്കുന്നതും ഈ ഒരു വിശുദ്ധ വഴിയിലൂടെ ആണ് എന്നും മനസ്സിലാക്കണം. പരിശുദ്ധനായ പിതാവിന്റെ പരിശുദ്ധിയിൽ പുരോഹിതനും കൂടെയുള്ളവരെയും എത്തിക്കുന്നതാണ് പൗരോഹിത്യത്തിന്റെയും പൂർണ്ണത. നാം മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ, ഒന്ന് മനനം ചെയ്ത് വെടിയടച്ചാൽ മനസ്സിലാകും. ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതും നിർണായകവും അതിവിശുദ്ധവുമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് ഒരു പുരോഹിതനാണ്. വീണ്ടും ജനിക്കണം, കർത്താവിന്റെ വാക്കാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചാൽ പോരെ? നിക്കോദേമോസ് ചോദിച്ചു, പോരാ, നീ വീണ്ടും ജനിക്കണം. ജലത്താലും പരിശുദ്ധാത്മാവിനാലും നീ ജനിക്കണം. ഈ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളെയും വീണ്ടും ജനനം കൊടുക്കുന്ന പിതാവ് പുരോഹിതനാണ്. ജീവിതത്തിന്റെ പാതയിലൊക്കെ പാഥേയമായി ദിവ്യമായ കാരുണ്യത്തെ പകർന്നു നൽകുന്ന കരങ്ങൾ പുരോഹിതന്റേതാണ്. അതുകൊണ്ടാണ് പ്രഥമ വൈദികന്റെ കൈകൾ നാം ചുംബിക്കുന്നത്, പ്രതിഷ്ഠിക്കപ്പെട്ടത്, തൈലം പൂശിയത്, അഭിഷിക്തന്റേത്. കാരണം ആ കൈത്താലിൽ നിന്നാണ് പൗരോഹിത്യത്തിന്റെ നിർമ്മലമായ പ്രഭയിൽ യേശു ജന്മമെടുക്കുന്നത്, ദിവ്യകാരുണ്യം ലഭിക്കുന്നത്. അതുകൊണ്ടല്ലേ മാലാഖയെയും പുരോഹിതനെയും കണ്ടാൽ പുരോഹിതൻ ആദ്യം വന്നിരിക്കും എന്ന് പറഞ്ഞത്. കാരണം വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ വേണ്ടി ദിവ്യകാരുണ്യമായി ലഭിക്കുന്നത് പുരോഹിതനിലൂടെയാണ്. യുവതി യുവാവായാൽ നിർമ്മല സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ ആ നിർമ്മല സ്നേഹത്തെ ഒന്നാക്കുന്നത്, ആശീർവദിച്ച് ദിവ്യമായ കുടുംബത്തിന്റെ വിത്തുപാകുന്നത് ഒരു പുരോഹിതനാണ്. ഈ എന്നെ കേൾക്കുന്ന എല്ലാ കുടുംബത്തിലുള്ളവർ, നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്ന ഏതെങ്കിലും ഒരു അൾത്താരയുടെ മുമ്പിൽ വെച്ചായിരിക്കും, ഏതെങ്കിലും ഒരു പുരോഹിതന്റെ ആശീർവാദം വഴിയാണ് നിങ്ങൾ എന്ന് സ്മരിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ മക്കളെ ദൈവം നൽകിയ, പാരമ്പര്യം നൽകിയ, പേര് നൽകിയ, വിവാഹം എന്ന കൂദാശയ്ക്ക് ആശീർവാദം നൽകിയ
നൽകിയ കരങ്ങൾ, ഒരു വീടാകട്ടെ, വാഹനമാകട്ടെ, വിശുദ്ധവും ശ്രേഷ്ഠവും അമൂല്യമായ എല്ലാത്തിനെയും വിശുദ്ധമാക്കുന്നത് പൗരോഹിത്യത്തിന്റെ നിർമ്മല കരമാണെന്ന് നാം മനസ്സിലാക്കണം. എന്നിട്ടോ തിരുക്ഷരം വരട്ടെ, ജീവിതത്തിൽ ബലക്ഷയം വരുമ്പോഴൊക്കെ സാന്ത്വനമായി, രോഗ്യലേപനമായി കൂടെയുണ്ടാകുന്നതും ഒരു പുരോഹിതനാണ്. ജീവിതത്തിൽ എല്ലാവരെയും, വിശുദ്ധരായ എല്ലാവരെയും വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ സഹായിക്കുന്ന ഒരു മന്ത്രക്കൂട് എല്ലാ ദേവാലയങ്ങളിലും ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതാണ് കുമ്പസാരക്കൂട്. ജീവിതത്തിൽ ഒന്നിനെയും ആരെയും ഇതുവരെ അപമാനിപ്പിക്കാത്ത, കൊച്ചാക്കാത്ത, നാണിപ്പിക്കാത്ത, വെറുതെ അവരെ വേദനിപ്പിക്കാത്ത, വിരൽ ചൂണ്ടാത്ത, തലകുലിപ്പിക്കാത്ത ഏക ഇടം കുമ്പസാരക്കൂടാണ്. ഒരു പുരോഹിതനും ആരെയും നാണിപ്പിക്കാതെ, കൊച്ചാക്കാതെ, മോശമാക്കാതെ, തലകുലിപ്പിക്കാതെ, ക്ഷതമേൽപ്പിക്കാതെ കേൾക്കുന്ന ഒരു വലിയ കുമ്പസാരക്കൂടായി ഒരുങ്ങി ജീവിതത്തെ ഒന്നേന്ന് തുടങ്ങാൻ നമ്മെ സഹായിക്കുന്ന അതിവിശിഷ്ടമായ തൃപ്പേടകം പോലൊരു പേടകമാണ് കുമ്പസാരക്കൂട്. അതിലെത്തുന്നത് ഈ ലോകത്തിൽ ആരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നുവോ അവ ക്ഷമിക്കപ്പെടും. ഈ ലോകത്തിൽ നീ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. ഇത് സഭ പഠിപ്പിച്ചതോ സഭ പിതാക്കന്മാർ പഠിപ്പിക്കുന്നതോ അല്ല. നിങ്ങളുടെയും എന്റെയും രക്ഷകനും നാഥനുമായ ക്രിസ്തു പഠിപ്പിക്കുന്നതാണ്. പൗരോഹിത്യത്തിന്റെ ശക്തിയാൽ നീ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും. പുരോഹിതൻ പാപിയാണെങ്കിൽ പോലും ദൈവം നൽകും. എന്റെ അശുദ്ധി വിശുദ്ധിയായി ദൈവം കൂടെ ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഇതൊക്കെ മാറ്റിവെക്കും. നിങ്ങളുടെ അവസാന യാത്രയിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന്റെ ആ തൃപ്പാതയിലൂടെ ആ ദിവ്യമായ അൾത്താര പർദീസയിലേക്കുള്ള കവാടം തീർക്കുന്നതും പുരോഹിതനല്ലേ. കൂടെ ഉണ്ടായിരുന്ന ഭാര്യയാണോ, മക്കളാണോ നിങ്ങളുടെ ആ മൃതശരീരത്തിന് ഇങ്ങനെ അതിന് മുമ്പേ പോകുന്നത്? പുരോഹിതനാണ്. നിങ്ങളുടെ ശരീരത്തെ, മൃതശരീരത്തെ ഇത്രത്തോളം വന്ദിക്കുന്നത് വൈദികനെ നിന്ദിച്ചാൽ പോലും, വൈദികനെ നാക്കുകൊണ്ട് മോശം പറഞ്ഞ നാവാണെങ്കിൽ പോലും, നാളെ വരെ സഭയെയും പുരോഹിതരെയും കുറ്റം മാത്രം പറഞ്ഞ വ്യക്തിയാണ് മരിച്ചാൽ പോലും, ഈ തൃപ്പേടകം വീശുന്ന ആരാധനാപൂർവം ഇങ്ങനെ മന്ത്രിക്കുന്ന അതേ ധൂപം കൊണ്ടാണ് നിങ്ങളുടെ ശരീരങ്ങളെ വട്ടം വച്ച് നിർമ്മലമായ ദൈവത്തിന്റെ കരം പോലെ ആ ശരീരത്തെ ആശീർവദിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പുരോഹിതൻ മാത്രമാണ്. നിങ്ങളുടെ ശരീരത്തിലേക്ക് ഞാനാണോ ആണെങ്കിൽ, നിങ്ങളാണെങ്കിൽ ആരാ മരിച്ചാലും ആ ശരീരത്തിൽ ആദ്യം ഒരു പിടി പൂവിടുന്നത് ഒരു പുരോഹിതനാണ്. പ്രിയമുള്ളവരെ, വീണ്ടും ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഒരു പുരോഹിതനാണ് ശുദ്ധനായിരിക്കുന്നത് പോലെ പുരോഹിതനും വിശ്വാസികളും വിശുദ്ധിയുടെ പടവുകൾ കയറി ചെല്ലണം എന്നത്. എങ്കിൽ ഈ സമയം വർഗീസച്ചന്റെ പാതയെന്നും വിശുദ്ധിയുടേതാകട്ടെ, നൈർമല്യത്തിൻ്റെതാകട്ടെ, ക്രിസ്തുവിനെ മനസ്സിൽ പേറി ഉണ്ണീശോയുടെ ചിന്തകളാൽ ജീവിതത്തിൽ പ്രത്യാശ നക്ഷത്രം നഷ്ടപ്പെടാതെ, ജീവിതത്തിൽ എന്നും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാതെയും അറിയാതെ പിഴകളിൽ വീണുപോകാതെയും ദൈവം കാവലായി കൂടെ ഉണ്ടാകട്ടെ. ഈ വിശുദ്ധിയുടെ നൈർമല്യം അല്പം പോലും മാഞ്ഞു പോകാതെ, മറഞ്ഞു പോകാതെ ജീവിതാന്ത്യം വരെ പൗരോഹിത്യത്തിന്റെ പരിശുദ്ധി കെടാവിളക്കായി, നിർമ്മല വിളക്കായി കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥന. രണ്ടാമത്, ബൈബിളിൽ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ ആകണം എന്ന് പറയുന്ന രണ്ടാമത്തെ വാക്യം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 36-ാമത്തെ വാക്യമാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. പ്രിയമുള്ളവരെ, പരിപൂർണതയിലേക്കുള്ള ഒരു വഴിയാണ്, യാത്രയാണ്. ആ അർത്ഥത്തിൽ തീർത്ഥാടകരാണ്, സന്യാസിമാരാണ്, വഴിപോക്കരാണ് നാം ഓരോരുത്തരും. ദൈവം എന്ന് പറയുന്ന എല്ലാ നന്മകളുടെയും പൂർണ്ണതയിലേക്ക് നമ്മളെ കൈപിടിച്ച്, വിശുദ്ധീകരിച്ച്, പൗത്രീകരിച്ച്, പഠിപ്പിച്ച്, നയിച്ച്, ബ്രഹ്മചര്യത്തിലൂടെ
അനുസരണത്തിലൂടെ, ദാരിദ്ര്യത്തിന്റെ വ്രതത്തിലൂടെ ഒക്കെ പരിപൂർണതയിൽ പുരോഹിതനും വളരുന്നു, ഒപ്പം കൂടെയുള്ളവരെയും വളർത്തുന്നതാണ്. ഈ പരിപൂർണതയ്ക്ക് വേണ്ടിയാണ് എല്ലാം ബലി ചെയ്യുന്നത്. എന്ത് ബലി ചെയ്യുന്നു? ഈ ലോകത്തിൽ ആർക്കും അനുഭവിക്കാവുന്ന ശരീരത്തിന്റെ മമതകൾ, കണ്ണിന്റെ ആസ്വാദനങ്ങൾ, ശ്രവണത്തിന്റെ ഐശ്വര്യവും രസവും, ഒപ്പം തന്നെ മരിക്കുവോളം ഏതൊരു മനുഷ്യനെയും കവരുന്നത് പോലെ ഒരു പുരോഹിതനെയും ഈ ശരീരവും മനസ്സും ലോകവും കണ്ണും സമ്പത്തും പണവും ആധിപത്യവും പിശാചും മരിക്കുവോളം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനേക്കാൾ അപ്പുറമായി തന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ബലി ചെയ്യുന്നത് എന്തിന്? ഒരേ ഒരു ബലിക്ക് വേണ്ടിയാണ് ബാക്കിയുള്ള എല്ലാം ബലി ചെയ്യുന്നത്. ആ കർത്താവായ യേശുക്രിസ്തു കാൽവരിക്കുന്നിന്റെ നെറുകയിൽ കൈകൾ വീശി നിരത്തിക്കൊണ്ട് അവൻ ചെയ്ത ബലി അർപ്പിക്കാൻ വേണ്ടി തന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം ബലി ചെയ്ത് ഈ ഒരു ബലിക്ക് വേണ്ടിയതാണ്. അതുകൊണ്ടാണ് മാർത്രേസ പറയുന്നത്, അല്ലയോ പുരോഹിത, നീ ഏത് ദിവ്യബലി അർപ്പിച്ചാലും ഓരോ ദിവ്യബലിയും ഇത് നിന്റെ ആദ്യ ബലി പോലെ, ഇത് നിന്റെ അവസാന ബലി പോലെ, ഇത് നിന്റെ ഏക ബലി പോലെ എന്ന പ്രവേശന ഗാനവും അതായിരുന്നു. ഒരു നീ അർപ്പിക്കണം, ഇത് നിന്റെ ആദ്യ ബലിയാണ്, ഇത് നിന്റെ അവസാനത്തെ ബലിയാണ്, ഇത് നിന്റെ ഏക ബലിയാണ് എന്നതുപോലെ നീ അർപ്പിക്കണം. യാക്കോബിന്റെ കോവടി പോലെ ഈ വിശുദ്ധമായ ബലിയുടെ കോവടി കേറി വേണം മരണമില്ലാത്ത, രോഗമില്ലാത്ത നിത്യതയിൽ ദൈവത്തെ ദർശിക്കുന്ന ആ കവാടം ഒന്ന് തുറന്നു കിട്ടുവാൻ വേണ്ടി. അതിനാൽ ദൈവജനവും പുരോഹിതനും വിശുദ്ധിയിൽ മാത്രമല്ല എല്ലാ നന്മകളുടെ പൂർണ്ണതയിലും ഓരോ ദിനവും വളർന്ന് 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 വരണം. ഇതിന് സഹനം അനിവാര്യം. പൗരോഹിത്യ ജീവിതത്തിൽ സഹനം അനിവാര്യമാണ്. സഹനമില്ലാതെ ഒരു പുരോഹിതനായി ജീവിക്കാൻ സാധിക്കുമോ എന്ന് ഈ കൊച്ചു ഒരു 13 വർഷത്തെ എൻ്റെ ഒരു ജീവിതത്തിലും എനിക്ക് തോന്നുന്നില്ല. അറിഞ്ഞിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, മനസ്സിൽ വിചാരിച്ചിട്ടില്ലാത്ത എന്തെല്ലാം ചിലപ്പോഴൊക്കെ നാം കേൾക്കേണ്ടി വരുന്നു. നാം അതുമായിട്ട് ബൈക്കിലോ കാറിലോ പോയാൽ ആഡംബരപ്രീതനൊക്കെ കേട്ടിട്ടുണ്ട്, പറയുന്നതും കേട്ടിട്ടുണ്ട്. നടന്നു പോയാൽ അതേ നാം പറയും, ഈ അച്ഛൻ ഏത് നൂറ്റാണ്ടിൽ അച്ഛനാണ് നടന്നു പോയത് ഈ കാലഘട്ടത്തിൽ. ഒന്ന് നിവർന്നു നിന്നാൽ പിന്നെ അഹങ്കാരിയാണ്, കുനിഞ്ഞു നടന്നാൽ മനുഷ്യരെ കാണാൻ പറഞ്ഞാൽ. ഒരു രീതിയിലും വിമർശനങ്ങളില്ലാത്ത പൗരോഹിത്യത്തെ ചിന്തിക്കാൻ പറ്റില്ല. എങ്കിലും വർഗീസ് അച്ഛനും കൂടെയുള്ള അച്ഛന്മാരും വിമർശനങ്ങളെ വിത്തുകളാക്കി ജീവിതത്തിന്റെ പരിപൂർണതയിലേക്ക് മുന്നോട്ട് പോട്ടെ. ഇങ്ങനെ ഒരു സിസ്റ്റേഴ്സിന് ഒരു സൈക്കോ സ്പിരിച്വൽ റിട്രീറ്റ് നടത്തുന്നതിനിടയിൽ അവിടെ ഒക്കേഷൻ സ്റ്റോറിയെ പറ്റി ചോദിച്ചപ്പോൾ വളരെ സുന്ദരമായ ഒരു സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. ആ സിസ്റ്റർ ആദ്യമായി 10-15 വയസ്സ് ആയപ്പോൾ കോൺവെന്റിൽ ചേരാൻ ശ്രമിച്ചപ്പോൾ അപ്പന് താല്പര്യമില്ല, അമ്മ സപ്പോർട്ട് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൻ എത്ര പറഞ്ഞിട്ടും ഈ മോള് പിൻവാങ്ങുന്നില്ല. അവസാനം ഈ മകൾ ഉറപ്പാണ് അച്ഛനാകാൻ പോകും, സിസ്റ്ററാകാൻ പോകും എന്ന് മനസ്സിലാക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരി നീ പോവുകയല്ലേ, പൊക്കോ. പക്ഷെ പോകുന്നതിനിടയിൽ നീ ഒരു കാര്യം മറക്കരുത്, പോകുന്നതിനിടയിൽ നീ ഡിക്ഷണറി എടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ മോൾ പറഞ്ഞു, എടുത്തല്ലോ അപ്പ, ഞാൻ ഡിക്ഷണറി എടുത്തല്ലോ. അപ്പൊ അച്ഛൻ പറഞ്ഞില്ല, നീ ഡിക്ഷണറി എടുത്താൽ എനിക്ക് തോന്നുന്നില്ല. പോയി നോക്കി. അവൾ പോയി ബാഗൊക്കെ പരിശോധിച്ചപ്പോൾ പറഞ്ഞു, അപ്പ ഞാൻ ഡിക്ഷണറി എടുത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞില്ല, നീ വീട്ടിൽ ഡിക്ഷണറി എടുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ പറഞ്ഞില്ല, ഡിക്ഷണറി ഇതേ നോക്ക്, ഇതാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി, തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം പറഞ്ഞു, അയ്യോ ഇതല്ല മോളെ നിന്റെ ഡിക്ഷണറി. എന്നിട്ട് കയ്യിൽ ഒളിപ്പിച്ചിരുന്ന കുരിശ് അവിടെ കൊടുത്തോണ്ട് പറഞ്ഞു, ഇതാണ് നിന്റെ ഡിക്ഷണറി. നീ നിന്റെ സന്യാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് പലതിൻ്റെ അർത്ഥം ചിലപ്പോൾ മനസ്സിലാകില്ല. ഇതെന്ത് ദാരിദ്ര്യമുണ്ട്, കന്യാത്വമുണ്ട്, നമ്മളിങ്ങനെ അനുസരിക്കണം. ജീവിതത്തിൽ ഇതൊക്കെ ലോകം ആസ്വദിച്ചാൽ പോലെ ഈ നമുക്ക് മറ്റുള്ളവരെ പോലെ ഒരല്പം കൂടെ ഫാഷനബിൾ ആയിക്കൂടെ, അല്പം കൂടെയൊക്കെ ഇഷ്ടം പോലെ യാത്ര ചെയ്യൂടെ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നിന്റെ മനസ്സിൽ വരും. ഇങ്ങനെ നിന്റെ മനസ്സിൽ എപ്പോഴൊക്കെ ചോദ്യം ഇങ്ങനെ ഉയർന്നു വരുമോ അപ്പോഴൊക്കെ നീ കുരിശ് നോക്കണം. ഈ കുരിശ് എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ, എല്ലാ സംശയത്തിനും ഇത് ഈ ഡിക്ഷണറിയിൽ മാത്രമേ ഉത്തരവുള്ളൂ. അതിനാൽ വർഗീസ് പരിപൂർണതയുടെ യാത്ര പൂർണ്ണമാകണമെങ്കിൽ കുരിശ് കൂടിയേ തീരും. അതിനാൽ കുരിശിനെ പ്രണയിക്കാനുള്ള ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളുമുണ്ട് കൂടെ. മൂന്നാമത് അവസാനമായി
ബൈബിളിൽ ദൈവത്തെ പോലെ ആകണം കരുണ ഉള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണ ഉള്ളവരായിരിക്കും. ഇന്ന് ഡിവൈൻ മെർസി സൺഡേയാണ്. കാരുണ്യത്തിൽ ദൈവ കാരുണ്യത്തിൻ്റെ ഞാനാണ്. വർഗീസച്ചൻ്റെ ആപ്തവാക്യമായി എടുത്തതിൽ ഒരു വലിയ കാരുണ്യമുണ്ട്. കടലോളം കാരുണ്യം, കരകാണ കാരുണ്യം, അത് ദൈവത്തിൻ്റെതാണ്. പൗരോഹിത്യം എന്നത് എനിക്ക് സ്വകാര്യമായി ചിന്തിക്കാൻ ഇഷ്ടം നൽകുന്ന ചിറകുകളാണ് നമ്മുടെ ഈ വ്രതവും നമ്മുടെ ഈ ജീവിതവും. ചില വാക്കുകളൊക്കെ അറിയാമോ? മരിക്കുവോളം വിലയുള്ളതാണ് ചില വാക്കുകൾ. ആ വാക്കുകളെ വിളിക്കുന്നതാണ് വ്രതം. വ്രതം എന്നാൽ മരിക്കുവോളം മുഴുവൻ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ അങ്ങിനായി വീട്ടുണ്ടെങ്കിലും വിളങ്ങി തിളങ്ങുന്ന നന്മയുടെ കണങ്ങൾ മുഴുവനും ചേർത്ത് വർഗീസച്ചൻ്റെ കുടുംബത്തിനും വർഗീസച്ചനും പൗരോഹിത്യത്തിൻ്റെ ജീവിതത്തിൽ പാത്രയിൽ തീർക്കുകയാണ് ഈ പ്രാർത്ഥന വഴി. ജന്മം കൊണ്ട് പുണ്യം ചേർത്തതാണ് ഈ ജീവിതം. എത്രത്തോളം ദാനമായി ലഭിച്ച ഈ ജീവിതത്തെ ദാനമായിട്ട് ഈ മാതാപിതാക്കൾ കൊടുത്തിരിക്കുകയാണ്. ആർക്കെങ്കിലും സ്വകാര്യമായി ഇതെങ്ങനെയാണ് വർഗീസച്ചൻ്റെ ജീവിതം ദാനമായി ലഭിച്ചു എന്ന് അറിയണമെങ്കിൽ ചാരിയിരിക്കുമ്പോൾ പതുക്കെ വർഗീസച്ചൻ അമ്മയോട് ചോദിച്ചാൽ മതി, എങ്ങനെയാണ് വർഗീസച്ചൻ്റെ ജീവിതം ഒരു കാരുണ്യമായി ദൈവം കൊടുത്തത്. ആ കാരുണ്യമായി കൊടുത്ത ജീവിതത്തെ കാരുണ്യ പ്രവൃത്തിക്കായി നൽകിയ ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ എല്ലാ നന്മകളും അച്ഛൻ്റെ ജീവിതത്തിന് ഭാവിക്കും പാതയും തീർക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും ദൃശ്യമായ സൃഷ്ടാവും സർവശക്തനുമായ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതയായ ദൈവത്തിന് എല്ലാവരും പിതാവും ജനിച്ചതുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനായ ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെട്ടവനും പിതാവായ സത്യദൈവമായ അവിടുന്ന് വഴി സർവ്വം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നൽകി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് ആരംഭപ്പെട്ടു. വിശുദ്ധനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വാഗ്ദാനത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ അവൾ മഹത്വത്തോടെ വീണ്ടും വരും. അവരുടെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവിതാവാകും പിതാവിന്റെ പുത്രന് പുറപ്പെടുന്നത്, പിതാവിന്റെ പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നതിന് സ്തുതിക്കപ്പെടുന്നത്, പ്രവാചകന്മാരുടെ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള സ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരെടുത്തും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തന്റെ പ്രിയപുത്രന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രമിച്ചവരെന്ന് നമ്മുടെ താഴ്മയും ക്രിസ്തുദാസനത്താലും മറ്റെല്ലാ സഭാധികാരികളെയും വൈദികരെയും സന്യസ്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ ആഴമായ വിശ്വാസത്തിലും വിശുദ്ധിയിലും വാർത്തെടുക്കുക ഇതിനെ ശക്തരാകണമെന്ന് കർത്താവായി അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെയും നിലവിലാക്കി മാറ്റണമേ. ജാതി മതഭേദമേ എല്ലാവരും പരസ്പരം ലഭ്യതയും സ്നേഹത്തിനും വളർന്ന് ഒറ്റ സമൂഹമായി മാറാൻ അന്ന് ഇടയാക്കണമേ. രാഷ്ട്രീയ നേതാക്കളെയും ഭരണാധികാരികളെയും നീതിയുടെ കർത്താക്കളാക്കി മാറ്റണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളവ് അധികം വേലക്കാരവും ചുരുക്കം ആകയാൽ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവമേ, അങ്ങയുടെ വിളഭൂമിയിലേക്ക് ധാരാളം യുവതിയുവാക്കന്മാരെ അയക്കണമെന്നും പ്രേക്ഷിത ചൈതന്യം വളർത്തി തീക്ഷ്ണതയോടെ വേല ചെയ്യുവാൻ അവരെ ഒരുക്കി പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറയ്ക്കണമേ എന്നും കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, നവവൈദികരെയും അവരുടെ മാതാപിതാക്കളെയും
മാതാപിതാക്കളെയും അങ്ങ് സമർപ്പിക്കുന്നു. ഈ വൈദികർക്ക് ഭൂമിയിൽ ജന്മം നൽകി ദൈവസ്നേഹത്തിൻ്റെ തീനാളങ്ങളാക്കിയ അവരുടെ മാതാപിതാക്കളെയും വിശുദ്ധിയുടെ ജീവിതം നയിച്ചു തങ്ങളുടെ പുണ്യഫലങ്ങൾ കൊണ്ട് സഭയെ സമ്പന്നമാക്കുവാൻ നവവൈദികരെയും ഒരുക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഇടവക സഭ മുഴുവനും ദൈവസ്നേഹത്തിൽ വളരുവാനും പ്രാർത്ഥനാ ചൈതന്യത്തിൽ ജീവിക്കാനുമുള്ള അനുഗ്രഹം നൽകണമേ. ഇടവകയിൽ രോഗങ്ങളാലും വാർദ്ധക്യത്തിലും ഏകാന്തതയിലും ജീവിക്കുന്ന സഹോദരരെയും അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രമിക്കുകയും അങ്ങേ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഈ പ്രാർത്ഥന കേട്ടരുളണമേ.
Yes.
സന്തോഷത്താലെ ഭൂതലത്തിലെ സഹജങ്ങളും ആനന്ദിക്കുന്നു. മാത്രമല്ല ഉന്നതശാന്തികന്മാരും മാലാഖവൃന്ദങ്ങളും ആവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ഞാൻ പാവാൻ മനുഗണത്തോടെ കാണിക്കണമേ. പവിത്രമാക്കണമേ. അങ്ങ് ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡനം സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യ
പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന നിന്റെ രക്തത്തിന്റെ നവീന സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങേ തിരവുകൾ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ സൂസപാക്കി മെത്രാനോടും ക്രിസ്തുദാസ് സഹായ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർന്നിന്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. Thank you.
എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു.
പരിശുദ്ധനായ പിതാവേ, സ്വർഗീയപ്പത്താൽ ശക്തിപ്പെടുകയും പുതിയ നിയമത്തിന്റെ പാനപാത്രത്താൽ സന്തോഷപ്രദമാവുകയും ചെയ്ത എന്നെ വിശ്വസ്തയോടെ അങ്ങേ ശുശ്രൂഷിക്കാനും തീവ്രയോടും ഭക്തിയോടും കൂടെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാനും അങ്ങിടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു. വർഗീസ് അച്ഛൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട, അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട ഒരു കാര്യം ഇന്ന് സാക്ഷാത്കരിക്കാൻ പോകുകയാണ്. എന്താണത്? എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യം തീർച്ചയായും ഉദിച്ചിട്ടുണ്ടാകും. അതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി നമ്മോടൊപ്പമുണ്ട്. വരാപ്പുഴ അതിരൂപത അംഗവും വർഗീസ് അച്ഛൻ്റെ അധ്യാപകനും ആധ്യാത്മിക ഗുരുവുമായ റവറൻഡ് ഡോക്ടർ ബിജോയ് അഗസ്റ്റിൻ അച്ഛനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. തിരുവേദിയിൽ മുഖ്യ കാർമ്മികനായി ഇന്ന് തന്നെ പ്രഥമ ദിവ്യബലി ഈ ഇടവക ദേവാലയത്തിൽ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛ, നവാഭിഷിക്തരായ വൈദികരെ, സഹകാർമ്മികരായ സഹോദര വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്നലെ ക്രിസ്തുവിന്റെ പുരോഹിതനായ അഭിഷിക്തനായി ഇന്ന് പ്രഥമ ദിവ്യബലി അർപ്പിക്കുന്ന വർഗീസ് അച്ഛനും അച്ഛൻ്റെ കുടുംബാംഗങ്ങളും ഇടവകാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളുമായ നമുക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷങ്ങളാണിത്. ഈ സന്തോഷത്തിന് ഇരട്ടി മധുരം നൽകുന്ന ഒരു കാര്യത്തിൽ നാം ഇപ്പോൾ സാക്ഷികളാവുകയാണ്. വർഗീസ് അച്ഛൻ്റെ ആദ്യ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒത്തിരി സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിഴൽ പോലൊരു ദൈവം. ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം മുഴുവൻ കാച്ചിക്കുറുക്കിയെടുത്ത ഒന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്, നിഴൽ പോലൊരു ദൈവം. ഫേസ്ബുക്കിലെയും ട്വിറ്ററിലെയും ഫ്രണ്ട്സിന്റെയും ഫോളോവേഴ്സിന്റെയും എണ്ണം കാണിച്ച് മേനി പറയുന്ന ഈ കാലത്ത് ചിലപ്പോഴെങ്കിലും ആരും കൂടെയില്ല എന്ന തോന്നൽ ഒരു തേങ്ങലായി നമ്മിൽ ഉയരാറുണ്ട്. എല്ലാവർക്കും ഇന്ന് ആവശ്യം കൂടെ ഒരാളെയാണ്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിലും ഒറ്റപ്പെടലിന്റെ നിമിഷങ്ങളിൽ കൂടെ ആരെങ്കിലും വേണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കൂടെ ഒരാളുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകം. പ്രതീക്ഷകളുടെയും ഉറപ്പുകളുടെയും ബന്ധങ്ങൾ പടിയിറങ്ങി പോകുമ്പോൾ കൂടെ ചിരിക്കാനും കരയാനും ചേർത്ത് പിടിക്കാനും ദൈവം നിഴലായി കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ബൈബിളിലെ ഓരോ താളുകളും നിഴലായി കൂടെയുള്ള ദൈവ സാന്നിധ്യത്തിന്റെ വിവരണങ്ങളാണ്. പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ലെങ്കിലും ആഴമായ ധ്യാനവും പ്രാർത്ഥനയും ദൈവവചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ നിഴലിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാറുണ്ട്. അങ്ങനെയുള്ള ബോധ്യത്തിൽ നിന്നാണ് വർഗീസ് അച്ഛൻ ഈ പുസ്തകം രചിച്ചത്. 13 വർഷത്തെ സെമിനാരി പരിശീലന കാലത്തെ സന്തോഷങ്ങളും സങ്കടങ്ങളിലും വർഗീസ് അച്ഛൻ ആശ്രയിച്ചിരുന്നത്, അവയുടെ അർത്ഥം കണ്ടെത്താൻ അദ്ദേഹത്തെ സഹായിച്ചത് വിശുദ്ധ ഗ്രന്ഥമാണ്. ബൈബിളിലെ അധികം ആരും ശ്രദ്ധിക്കാത്ത ചില വചനങ്ങളാണ് പതറുന്ന ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റിയതും മുന്നോട്ട് നയിച്ചതും. വചനത്തിന് വ്യത്യസ്തമായ ഉൾക്കാഴ്ചകൾ നൽകാൻ കഴിയുമെന്ന് ജീവിതാനുഭവങ്ങൾ തന്നെയാണ് വർഗീസ് അച്ഛനെ പഠിപ്പിച്ചത്. സെമിനാരിയിൽ ചേർന്ന നാളു മുതൽ ഉണ്ടായ ചില അനുഭവങ്ങളെയും ചിന്തകളെയും ജീവിതവുമായി ചേർത്ത് വെച്ച് എഴുതി വചനത്തെ വ്യത്യസ്തമായി കാണാനുള്ള ഒരു പരിശ്രമമാണ് ഈ പുസ്തകം.
ജീവിത പ്രശ്നങ്ങളിൽ ആരും ഒറ്റയ്ക്കാകില്ല. ജീവിതത്തിൽ ദൈവം ആരെയും ഒറ്റയ്ക്ക് വിടില്ല എന്ന ഉറച്ച ബോധ്യം ഈ പുസ്തകത്തിലെ 112 പേജുകളിലൂടെയും വർഗീസ് അച്ഛൻ പങ്കുവെക്കുമ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് സൗഖ്യദായകമായ സ്പർശമാകട്ടെ എന്ന ആഗ്രഹത്തോടെയാണ് അത് ചെയ്യുന്നത്. ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ വേദനിക്കുന്നവരെ ഈ പുസ്തകത്തിലെ ചില വരികൾ തീർച്ചയായും സ്പർശിക്കും. അവയൊക്കെ അതിജീവിക്കുവാൻ മുന്നേറാൻ കരുത്തേകും എന്ന് അച്ഛനോടൊപ്പം ഞാനും ഉറച്ചു വിശ്വസിക്കുകയാണ്. ഉറയിലെ വാൾ എന്ന പത്രോസിനെ കുറിച്ചുള്ള ആദ്യ അധ്യായം മുതൽ വാഗ്ദാന പേടകം എന്ന പരിശുദ്ധ മറിയത്തെ കുറിച്ചുള്ള അവസാന അധ്യായം വരെ സുന്ദരമായ ശൈലിയിൽ ഹൃദയസ്പർശിയായ വാക്കുകളിലൂടെ 25 അധ്യായങ്ങളിലാണ് വചന വിചിന്തനങ്ങൾ. കൂടാതെ അഭിമന്യ സുസ്തഭാഗ്യ പിതാവിന്റെ അവതാരികയും സാഹിത്യത്തിൽ നിന്നും ഹൈന്ദവ ബുദ്ധ പാരമ്പര്യങ്ങളിൽ നിന്നുമുള്ള 10 കൊച്ചു കഥകളും ഈ ഗ്രന്ഥത്തിന് മാറ്റുകൂട്ടുന്നു. സങ്കുചിതമായ ചിന്തകൾ പ്രബലമാകുന്ന ഈ കാലത്ത് രണ്ടാം വത്തിക്കാൻ സുനകദോസും സഭാ പ്രബോധനങ്ങളും പഠിപ്പിക്കുന്ന ലോകത്തോടും മറ്റു മതങ്ങളോടുമുള്ള തുറവിയുടെ അടയാളമായി, മറ്റുള്ളവരിലെ നന്മ അംഗീകരിക്കുന്ന നല്ല മനസ്സിന്റെ അടയാളമായി ഞാനിത് കാണുന്നു. നാളിതുവരെയുള്ള പഠനവും മനനവും ചിന്തകളും പുസ്തകമാക്കി പുഷ്ടിക്കുന്ന ഈ പുണ്യദിനത്തിൽ വർഗീസ് അച്ഛന് എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ദൈവമെന്നും നിഴലായി പൗരോഹിത്യത്തിൽ കൂടെ ഉണ്ടാകട്ടെ. വിശുദ്ധ ഔസേപിതാവിന്റെ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പുറപ്പെടുവിച്ച അപ്പസ്തോലിക ലേഖനമായ പാത്രീസ് കോർത്തയിൽ ഔസേപിതാവിന്റെ 7ാമത്തെ പിതൃഭാവത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ ഭൂമിയിലെ നിഴലായിരുന്നു ഔസേപ്പ്. അദ്ദേഹം യേശുവിനെ പരിപാലിച്ചു, സംരക്ഷിച്ചു, ഒരിക്കലും തനിച്ചാക്കിയില്ല. ഔസേപിതാവിന്റെ വർഷത്തിൽ പുരോഹിതനായി അഭിഷിക്തനാകുന്ന വർഗീസ് അച്ഛനും പിതാവായ ദൈവത്തിന്റെ നിഴലായി അനേകർക്ക് അനുഭവപ്പെടാൻ അച്ഛന്റെ പൗരോഹിത്യ ശുശ്രൂഷ, അതുപോലെ തന്നെ ഇനിയും പുറത്തു വരാനിരിക്കുന്ന അനേകം പുസ്തകങ്ങളും വഴി ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം പ്രേരിപ്പിക്കുന്ന അജഗണത്തെ സംരക്ഷിക്കുന്ന, അവരെ പരിപാലിക്കുന്ന, അവരെ ഒരിക്കലും തനിച്ചാക്കാത്ത നല്ല ഇടയനായി അച്ഛൻ മാറട്ടെ. പൗരോഹിത്യത്തിന്റെ ഓരോ വർഷം പിന്നിടുമ്പോഴും വർഗീസ് അച്ഛന്റെ തൂലികയിൽ നിന്ന് ദൈവിക ചിന്തയിലേക്ക് മനുഷ്യരെ നയിക്കുന്ന അനേക ഗ്രന്ഥങ്ങൾ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇപ്പോൾ നിഴൽ പോലൊരു ദൈവം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കാനായി വർഗീസ് അച്ഛൻ ഡീക്കൻ ശുശ്രൂഷ ചെയ്ത പുതിയ തുറ ഇടവകയിലെ വികാരിയച്ഛനായ ബഹുമാനപ്പെട്ട രാജശേഖരൻ അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങാനായി വർഗീസ് അച്ഛന്റെ സ്നേഹബഹുമാനമുള്ള മാതാപിതാക്കളെ സ്നേഹപൂർവ്വം ഇടവകയുടെ അഭിമാനവും പ്രിയകരനുമായ ഫാദർ വർഗീസ്, സ്നേഹമുള്ള നവവൈദികരെ,
എത്രയും ബഹുമാനപ്പെട്ട ശ്രേഷ്ഠ വൈദികരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, നെട്ടയം ഇടവകയുടെ 88 വർഷത്തെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട സംഭവമാണ് 2021 ഏപ്രിൽ 10-ാം തീയതി, അതായത് ഇന്നലെ, നമ്മുടെ ഇടവകയുടെ മകനായ ഡീക്കൻ വർഗീസ് പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട തിരുക്കർമ്മം ചെയ്തത്. 1933 നെട്ടയം കേന്ദ്രീകരിച്ച് രൂപം കൊണ്ട മിഷൻ കേന്ദ്രത്തിന് വിശുദ്ധ കുറ്റദേശിയായുടെ നാമധേയത്തിൽ സ്ഥായിയായ ഒരു ദേവാലയം ലഭിച്ചത് 1963 ഭാഗ്യസ്മരണാർത്ഥനായ പോൾ വിക്ടർ അച്ഛൻ്റെ കാലഘട്ടത്തിലാണ്. ശ്രേഷ്ഠരായ അനവധി വൈദികരുടെ സേവനം നമുക്ക് പിൽക്കാലത്ത് ലഭിക്കുകയുണ്ടായി. 2008 മുതൽ 2014 വരെ ഇടവക വികാരിയായിരുന്ന ലളിതാച്ചന്റെ കാലഘട്ടത്തിലാണ് ഇത് നാം കാണുന്ന ദേവാലയവും ഗ്രോട്ടയും മേടയും പണിയെടുപ്പിച്ചത്. ഈ ഭൗതിക നേട്ടങ്ങൾക്കെല്ലാം ഉപരിയായി ആത്മീയ വളർച്ചയുടെ നാഴികക്കല്ലായി മാറിയത് 2010 ബഹുമാനപ്പെട്ട വർഗീസും 2013 ബഹുമാനപ്പെട്ട എതിനും വൈദിക പഠനത്തിനായി സെമിനാരിൽ ചേർന്നതാണ്. ബഹുമാനപ്പെട്ട ഹൈസങ്കർ നായകൻ, ജോസ് ഫ്രാങ്കിൽ എന്നീ വൈദിക ശ്രേഷ്ഠർ സെമിനാരി പഠനം പൂർത്തിയാക്കുന്നതിന് ഈ വൈദികരെ സഹായിച്ചു. അവർ ആത്മീയ പോഷണവും നൽകി. 11 വർഷത്തെ പഠനത്തിനും ഒരുക്കത്തിനും ശേഷം ഇന്നലെ ഡീക്കൻ വർഗീസ് പുരോഹിത ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്യപ്പെട്ടത് ഇടവക സമൂഹത്തിന് ആത്മനിർവൃതി പകരുന്ന ഒന്നായിരുന്നു. ദൈവവിളി സ്വീകരിച്ചുകൊണ്ട് സെമിനാരിയിൽ ചേരുന്നതിന് അനുവാദം നൽകി നാളിതുവരെ പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വർഗീസ് അച്ഛൻ്റെ മാതാപിതാക്കളായ ജോസഫ് ആരോഗ്യസെൽവി ദമ്പതികളെയും ഇത്തരണത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ചെറുപ്പം മുതൽ തന്നെ ഇടവകയുടെ എല്ലാ ശുശ്രൂഷകളുമായി വളരെയധികം അടുത്ത് ഇടപഴകിയിരുന്ന വ്യക്തിയാണ് ഫാദർ വർഗീസ്. അൽത്താരമാലകനായി, പിന്നീട് ക്രിസ്തീയ വിശ്വാസ ജീവിത പരിശീലന ക്ലാസുകളിലും KCYM, കൊയർ എന്നിവയിലെല്ലാം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായ സേവനമാണ് ഇടവകയ്ക്കായി അദ്ദേഹം കാഴ്ചവെച്ചത്. അഭ്യുന്നതാവിൻ്റെ കൈവിട്ട ശുശ്രൂഷയിലൂടെ പൗരോഹിത്യ വൃത്തിയിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ട വർഗീസ് അച്ഛന് എല്ലാവിധ പാപങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഇടവകയുടെ നാമത്തിൽ നേർന്നുകൊള്ളുന്നു. സമൂഹത്തിന് പ്രകാശവും ഉപ്പുമായി മാറി ഒരു മാതൃക വൈദികനായി മാറട്ടെ. അതിനുള്ള അനുഗ്രഹത്തിനായി ഇടവക സമൂഹം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ പേരിലുള്ള ഒരു ചെറിയ സ്നേഹോപകാരം നൽകുന്നതിന് ബഹുമാനപ്പെട്ട ഇടവകാരി ജോസ് ഫ്രാങ്കിനെയും അത് സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനെയും ക്ഷണിക്കുന്നു. വികാരി റവറൻഡ് ഫാദർ ജോസ് ഫ്രാങ്ക് അച്ഛനെ സാദരം ക്ഷണിക്കുന്നു. ചെറുതായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുവാനാണ് പ്രത്യേകിച്ച് 7 വൈദികരുണ്ട്. നമ്മുടെ വർഗീസിനെ അറിയാം, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് ആദ്യത്തേത് ബഹുമാനപ്പെട്ട ഷിജോ ബെർണാഡ് അച്ഛനാണ്. അച്ഛൻ പുതിയ തുറ കമകാലമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുകാലത്ത് കയ്യിലെടുത്ത് കാലടിച്ച കുഞ്ഞു കുട്ടിയാണ് ഇന്ന് വൈദികരായിരിക്കുക. ഒത്തിരി സന്തോഷമുണ്ട്. രണ്ടാമതായി ബഹുമാനപ്പെട്ട ഫാദർ ജോൺ ആശീർവാദം. അദ്ദേഹവും പുതിയ തുറ കമകാലമാണ്. കുഞ്ഞുപ്രായത്തിൽ ആ വീടുമായി അത്രമാത്രം അടുപ്പമുള്ളതാണ്. ഒരു സ്വന്തം വീട് പോലെയൊക്കെ പരിചയം കണ്ടിട്ടുള്ള കുഞ്ഞാണ് ഇന്ന് വൈദികരായിരിക്കുക. മൂന്നാമതായി ബഹുമാനപ്പെട്ട ബിജോയ് KC. ഞാൻ പ്രവർത്തിച്ച ഒരു ഇടവകയിലെ സമാന്തര കൗതാരമാണ്. ഞാൻ അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെട്ടതിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും പരിചയമുള്ള മുഖമാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ഓടി അതിനുവേണ്ടി ഞാൻ സമയം കളയുന്നില്ല. എന്തായാലും വിജയനാണ് അടുത്തുള്ളത്. അതിന് തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട
ജോസ്മോനച്ഛനാണ്. ഞങ്ങള് ആദ്യമായി നിക്കോളസനുമായി അസിസ്റ്റന്റായിട്ട് പുല്ലോള ഇടവകയിൽ പോയപ്പോൾ അവിടുത്തെ അന്താര പാലന്മാരിൽ 2 പേരാണ് പിന്നെ വൈദികരായി ചേർന്നത്. ഒത്തിരി പേര് ചേർന്നു, നമ്മുടെ രൂപതയിൽ ചേർന്നു. അതിൽ ഒരു കുഞ്ഞാണ് ബഹുമാനപ്പെട്ട ജോസ്മോൻ പുല്ലോള ഇടവകയാണ്. അടുത്തതായി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രകാശപൂർണ്ണമായിട്ടുള്ള വൈദികൻ ബാബുലാൽ അച്ഛനാണ്. നമുക്ക് നെൽവികാരി ബഹുമാനപ്പെട്ട സുജൻ അച്ഛനെ പറ്റിയ കാര്യമില്ലല്ലോ. സുജൻ അച്ഛൻ്റെ സ്വന്തം കസിനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സഹോദരന്റെ മകനാണ്. ബഹുമാനപ്പെട്ട ബാബുലാൽ പൂർണ്ണ പ്രവർത്തനമാണ്. ഞാൻ അവിടെയും സേവനിച്ചുകൊണ്ട് അപ്പോഴും ബ്രദറായി. അടുത്തതായി വർഗീസത്തിന്റെ തൊട്ടടുത്തുള്ളത് ഷൈജു അച്ഛനാണ്. ഇടവകാരമാണ്. പിന്നെ സെമിനാരി ഈ ഇടവകയുമായി പ്രത്യേകിച്ച് ഇവർക്കൂടെ കൂടെ കാണുമ്പോഴേക്ക് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. വർഗീസിന്റെ ആദ്യത്തെ പൗരോഹിത്യം പങ്കെടുത്ത് ഇടവകയിലെ പ്രഥമ പുരോഹിതനാണ് വർഗീസ്. അപ്പോൾ അതുകൊണ്ട് അവർക്കെല്ലാം ഒത്തിരിയേറെ ഒത്തിരിയേറെ താല്പര്യമുണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. നമ്മളിവിടെ ചെയ്തത് സിമ്പിളായിട്ട് ഞാൻ ചെയ്തത് കോവിഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പ്രത്യേക കഴിവതും ആളുകളെ വലുതായി നമ്മൾ വിളിച്ചിട്ടുണ്ടാതെ ഒരു ചെറിയ ലളിതമായ രീതിയിലാണ് അവരുടെ നടത്തിയിരിക്കുക. എന്തായാലും ഇത്രയും വൈദികരെ ഇടവകയുടെ നാമത്തിൽ പ്രത്യേകമായി അനുമോദിക്കുന്നു. ഇടവകയുടെ ഓർമ്മയ്ക്കായി ഒരു മൊമെന്റോ ഇപ്പോൾ നൽകുന്നതായിരിക്കും. എല്ലാവരും മുന്നോട്ട് സ്വീകരിക്കും. ജോസഫ് അവർക്കും സെയ്തി അവർക്കും ബഹുമാനപ്പെട്ട ഇടവകാരി ജോസ് ഫ്രാങ്കിൾ അച്ഛൻ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന പൗരോഹിത്യങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ കിടക്കുന്ന ദിവസങ്ങളായിരുന്നു ഇന്നലെ. ഇന്ന് എന്റെ സ്വന്തം ഇടവകയിൽ പ്രഥമ ബലി അർപ്പിക്കാൻ ലഭിച്ച ഒരു ഭാഗ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വലിയ യോഗ്യതയുള്ള വലിയവർക്കൊന്നും ലഭിക്കുന്ന എന്റെ പൗരോഹിത്യങ്ങളുടെ സന്യസ്തമായ ദൈവം അയോഗ്യരെന്ന് തോന്നുന്ന ചിലർക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകുന്ന ചില കാര്യങ്ങളൊന്നാണ് ദൈവം. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ഏറ്റവും സന്തോഷവും സ്നേഹത്തോടും ഞാൻ ഈ അൾത്താരയിലായിരിക്കുമ്പോൾ ഒരുപാട് നന്ദി നിറഞ്ഞ ഹൃദയങ്ങൾക്ക് ഞാൻ നന്ദി അർപ്പിക്കേണ്ടത് എന്റെ കടമയാണ്. ഞാൻ ഈ അൾത്താരിനെ ഈ കസ്റ്റഡിയിലിരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ഈ ദേവാലയവുമായി എനിക്കുള്ള ബന്ധം. ഈ ദേവാലയത്തിൽ ആണ് ഞാൻ ജനിച്ച നാളുകൾ. ഈ ദേവാലയത്തിലാണ് ഇവിടെ നിന്ന് കളിച്ചിട്ടുണ്ട്, മുറ്റത്ത് കിടന്ന് ഓടി നടന്നിട്ടുണ്ട്, ഇവിടെ ഓൾട്ടർ പോയി ആൾക്കാരി കുട്ടികളെ പോലെ ഇരുന്നിട്ടുണ്ട്, കോയിൽ പല പ്രാവശ്യം തെറ്റിച്ച് പാടി ഇറക്കി വിട്ടിട്ടുണ്ട്, പല പ്രാവശ്യം ഇവിടെ കേസുകൾ പ്രവർത്തിച്ച് ഇവിടുത്തെ പഴയ പള്ളി അലങ്കാരമൊക്കെ ചെയ്യാനായിട്ട് പല പ്രാവശ്യം ഈ പള്ളി ഇങ്ങനെയായിട്ടുണ്ട്. പല പ്രാവശ്യം ഈ ആൾക്കാരെ ഇവിടെ അലങ്കരിച്ച് രാത്രി 12 മണിക്ക് ഈ ആൾക്കാരെ ഇവിടെ കിടന്നിട്ടുണ്ട്. ഇങ്ങനെ 12-12ാം ക്ലാസ് പഠിക്കുന്നവരെ ഈ ആൾക്കാരെ ഈ ഇടവകി ഈ പള്ളിയുമായിരുന്നു എന്റെ ജീവിതം ഒരു കണക്കിൽ പറഞ്ഞു. എപ്പോഴും പള്ളിയിൽ വരാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അത് വലിയ പ്രാർത്ഥിക്കാന്ന് ഞാൻ പറയില്ല, പക്ഷെ പള്ളിയോട് ഇല്ലാത്തൊരു അടുപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ഒരു കാര്യം മനസ്സിലാവുന്നത്, ഒന്നും വെറുതെ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ 88 വർഷമായി എന്റെ ദേവാലയം പണിയപ്പെട്ടിട്ട് ഇത്രയും നാളായിട്ടും ഒരു പുരോഹിതൻ ഈ ദേവാലയത്തിൽ വരാതെ ആദ്യമായി ദൈവം എന്നെ ഇടവകയിൽ പ്രഥമ പുരോഹിതനെ അഭിഷേകം ചെയ്തെങ്കിൽ
അതിനൊരു കാരണം ഇതായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തോടും അടുത്ത് നിൽക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി എന്നുള്ളതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത്. ദൈവം എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാ സെമിനാരിയിൽ പോയത്, എന്തിനാ ഇങ്ങനെ എത്രയും ധൈര്യത്തോടെ പോയത്, ആരെയും പറഞ്ഞിട്ട് പോയതാണോ, ഇങ്ങനെ പല ചോദ്യങ്ങളും കേൾക്കാറുണ്ട്. അത് ഒരു ഉത്തരം ഇത്രയേ ഉള്ളൂ, ആരും പറഞ്ഞിട്ടോ ആരെയും നിർബന്ധം കൊണ്ടോ പോയതല്ല, വിളിച്ചിട്ട് പോയതാണ്. പ്രിയമുള്ളവരെ, കർത്താവ് ഒരാളോട് കാണിക്കുന്ന ഏറ്റവും വലിയ കരുണയാണ് ഈ പൗരോഹിത്യ സന്യാസത്തിൽ ദൈവം. ആ ഒരു ദൈവയുടെ മഹത്വത്തിൽ ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കേണ്ടത് എന്റെ കടമയാണ്. ആദ്യമായി കരുണ തോന്നി സർവശക്തനായ ദൈവം എന്നെ തിരഞ്ഞെടുത്ത് ഈ അൾത്താരയിൽ അവന്റെ ശരീരം എടുക്കാൻ എന്നെ യോഗ്യനാക്കി തീർത്തതിനെ ഓർത്ത് കർത്താവിനെ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ജീവിതം കൊണ്ടും വിശുദ്ധി കൊണ്ടും മാതൃക കാട്ടി എന്നെ ഏറെ സ്വാധീനിച്ച വ്യക്തിയാണ് അവരുടെ സൂസപ്പാക്കിയ പിതാവ്. സൂസപ്പാക്കിയ പിതാവിന്റെ ഒരുപക്ഷെ അവസാനത്തിൽ തിരിപ്പെട്ട നൽകുന്ന ഒരു ബാച്ച് ഞങ്ങളുടെ ആയിരിക്കും. അത് വലിയൊരു ഭാഗ്യമായി ഞങ്ങൾക്ക് കണക്കാകുന്നു. പ്രിയമുള്ളവരെ, അവരുടെ പിതാവിനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഞാൻ ഡിഗ്രിയായി പഠിക്കുന്ന സമയത്താണ് അവരുടെ ക്രിസ്മസ് പിതാവിന്റെ റെപ്രസെന്റായി വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ പ്രത്യേക ഒരു സ്നേഹവും കരുണയും എന്നോട് കാണിക്കുന്നതായി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ പിതാവിനെ ഈ നിമിഷം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എന്റെ മുമ്പിലായിരിക്കുന്ന സ്നേഹമുള്ള അച്ഛന്മാർ, എന്റെ മുൻ വികാരിച്ചന്മാരുടെയുണ്ട്, ഗുരുക്കന്മാരായ കുറെ വൈദികരുടെയുണ്ട്, സുഹൃത്തുക്കളായ കുറെ അച്ഛന്മാരുണ്ട്, എന്റെ ബാച്ച്മേറ്റ്സ്, എന്റെ കൂടെ പഠിച്ച് സെമിനാരിലെ തുടക്കം മുതൽ അവസാനം വരെ പഠിച്ച ബാച്ച്മേറ്റ്സുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് അച്ഛന്മാർ എന്റെ മുമ്പിലായിരിക്കുമ്പോൾ അവസാനം വരെ ഞാൻ ഈ പൗരോഹിത്യം ഇഷ്ടപ്പെടാൻ ഒരു കാരണം ഇവരുടെ ജീവിതമാണ്. ഞാൻ എവിടെയൊക്കെ ആരോട് സംസാരിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ഈ പൗരോഹിത്യം ജീവിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പൗരോഹിത്യം മഹത്വമുള്ളതും മനോഹരമാണെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നെ പഠിപ്പിച്ച അച്ഛന്മാരാണ് എന്റെ മുമ്പിലായിരിക്കുന്നത്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എന്റെ ജീവിതത്തിൽ ഒരുപാട് സ്പർശിച്ച അച്ഛന്മാരാണ് എന്നോടുള്ള സ്നേഹത്തെ പ്രതി വന്നിട്ടുള്ളത്. എല്ലാ അച്ഛന്മാർക്കും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. പൗരോഹിത്യ ജീവിതത്തെ കുറിച്ച് ഏറ്റവും സുന്ദരമായ ബോധന പ്രഘോഷണം നടത്തിയത് ബഹുമാനപ്പെട്ട ജോൺസനാണ്. ജോൺസൺ ഞാൻ ആദ്യമായി ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത് എന്റെ പ്രീഫെക്ട് അച്ഛനായിരുന്ന സമയത്താണ്. ഞാൻ സെമിനാരിൽ കയറിയ സമയം വളരെയധികം ആത്മാർത്ഥതയിൽ പൗരോഹിത്യം ജീവിക്കുന്ന ഒരു വൈദ്യൻ. പിന്നീട് ജോൺസനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് എന്നോടുള്ള സൗഹൃദം കൊണ്ടാണ്. ആദ്യം എന്നെ ഒരു സെമിനാരിക്കാരനായി കണ്ട അച്ഛൻ പിന്നീട് ഒരു സുഹൃത്തിനായി കണ്ടിട്ടുണ്ട്. പിന്നീട് എന്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടായി. അച്ഛനാകുമോ എന്നുള്ള ചോദ്യത്തിന് മുന്നേ പത്രയെ ഒരു നിമിഷമുണ്ട്. അപ്പോഴൊക്കെ കൂടെ നിന്നത് എനിക്ക് ജോൺസനാണ്. ആ ഒറ്റ നന്ദിയുടെ പേരിലാണ് ഞാൻ ജോൺസന്റെ പ്രസംഗങ്ങളെന്ന് പറഞ്ഞത്. ജോൺസൺ ഒത്തിരി സ്നേഹം, ഒരു അനുജനെ പോലെ ഒരു കൂട്ടുകാരെ പോലെ എന്നോട് പെരുമാറുന്ന ആ സ്നേഹത്തിന് ഒത്തിരി സ്നേഹത്തിന് ജോൺസൺ അച്ഛൻ അറിയായിരുന്നു. എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന എന്റെ പുസ്തകം പോലൊരു ദൈവം, അത് അതിനെക്കുറിച്ച് പറയണമെന്ന് ആര് പറയണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഏറ്റവും ഉദാത്തമായ വ്യക്തിയെ തോന്നിയത് ബിജോയേച്ചനാണ്. ബിജോയേച്ചൻ എന്റെ സെമിനാരിൽ എന്നെ പഠിപ്പിച്ച അച്ഛനാണ്, എന്റെ ആധ്യാത്മിക ഗുരുവാണ്, എന്നെ കൃത്യമായി മനസ്സിലാക്കിയ അച്ഛനാണ്. അതുകൊണ്ട് എന്നെ മനസ്സിലാക്കിയ ആൾക്ക് എന്റെ വാക്കുകളെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന തികഞ്ഞ ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ ഏൽപ്പിച്ചത്. അച്ഛൻ ഈ പട്ടത്തിന് വരാൻ അല്ലെങ്കിൽ വരുമായിരുന്നു, പക്ഷെ അല്പം നേരത്തെ വരാൻ കാരണം ഈ പുസ്തകത്തിന്റെ പ്രകാശനം തന്നെയാണ്. ഒത്തിരി സ്നേഹത്തോടെ വിജയിച്ച് ഞാൻ അർപ്പിക്കുന്നു. എന്റെ പുസ്തകത്തിന്റെ ആദ്യ പ്രകാശനം നടത്തിയ എന്റെ ഡൈനിങ് ബോക്സ് രാജശേഖരൻ, ഈ പുസ്തകത്തിന്റെ അവസാന ഒരു സമയം ഇറങ്ങുമോ ഇല്ലയോ എന്നൊരു സംശയം തോന്നിയ ഒരു സമയമുണ്ട്. ഈ സമയം ഞാനത് കംപ്ലീറ്റ് വർക്ക് ആകുന്നില്ല. പുതിയൊരു ഇടവക, ഏകദേശം 3000 പേരുടെ ഇടവകയാണ്. രാവിലെ 5.5 കിലോമീറ്റർ, രാത്രി 10 മണി വരെ ആളുകൾ സ്നേഹം കൊണ്ട് നമ്മളെ ഉറപ്പില്ല. എപ്പോഴും വരണം, എപ്പോഴും കല്യാണമുള്ള ഒരു ഇടവകയാണ് പുതിയൊരു ഇടവക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദിവസം രാത്രി എല്ലാവരും ഞായറാഴ്ച രാത്രി ഞാൻ അച്ഛനോട് പോയി എന്റെ ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വെച്ചാൽ ഒരാഴ്ചയ്ക്ക് അവിടെ വരണം, എനിക്ക് ഈ പുസ്തകം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം, ഒന്ന് വാക്കാണ് അച്ഛനിക്കുന്നത്. എനിക്ക് തോന്നുന്നു അച്ഛനാക്കുന്ന ഒരാഴ്ച കൊണ്ടാണ് അവസാനത്തെ കംപ്ലീറ്റ് വർക്ക് ചെയ്ത് ലേഔട്ടിനെ കൊടുക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ അച്ഛനത് പ്രകാശനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. ഒത്തിരി സ്നേഹത്തോടെ രാജശേഖരൻ അർപ്പിക്കുന്നു. മുതിർന്ന വൈദികനാണ്, രൂപതയിൽ മാതൃകയോടെ കാണേണ്ട ഒരു വൈദികനാണ്. എന്നോടുള്ള സ്നേഹത്തെ പ്രതി എന്റെ ഇടവകയിൽ സ്മരണയെ പ്രകാശനം ചെയ്യുകയും ഈ ബലിക്ക് പങ്കെടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മോൺസ്റ്റർ നിക്കോളാസ് ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, നിങ്ങളോട് എനിക്കുള്ള കടപ്പാടും സ്നേഹവും ചെറുതല്ല.
പല കോൺട്രിബ്യൂഷനും നമ്മളോട് കോൺട്രിബ്യൂഷൻ പേരുകളൊക്കെ വ്യക്തമായി പറയുന്നില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ എന്നെ കാണുന്നത് ഒരു ബ്രദറായിട്ടോ അച്ഛനായിട്ടല്ല, പലപ്പോഴും ഞാൻ മകനായിട്ട് കാണപ്പെട്ട അവസരങ്ങളുണ്ട്. അത്രയും സ്നേഹം നിങ്ങളോട് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്, അത്രയും പ്രാർത്ഥന എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ആൾക്കാരിൽ ഞാൻ ധൈര്യപൂർവ്വം നടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഉയർത്തുകയാണ്. എന്നെ മതബോധനം പഠിപ്പിച്ച എൻ്റെ അധ്യാപകർ, ഞാൻ പഠിച്ച സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടത്തും, സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എന്നെ സെമിനാരിൽ പഠിപ്പിച്ച പല അധ്യാപകരും എന്നിവിടെ വന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ച വ്യക്തികളാണ് എൻ്റെ അധ്യാപകർ. അവരുടെയൊക്കെ പേരെടുത്ത് പറയത്തക്ക വിധത്തിലുള്ള കടപ്പാട് എനിക്കുണ്ട്. പക്ഷേ എങ്കിലും ഈ സാഹചര്യത്തിൽ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. എങ്കിലും എന്റെ ജീവിതത്തിൽ ഒരുപാട് വെളിച്ചം നൽകിയ, ഒരുപാട് മാർഗനിർദ്ദേശം നൽകിയ എല്ലാ അധ്യാപകർക്കും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. എന്റെ അയൽ ഇടവകയായ SFS ദേവാലയം, ക്രിസ്ത്യാനികളും കുലശേഖരം, മലമുകൾ, കാച്ചാണി എന്നിവിടങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ വികാരിയച്ഛന്മാർക്കും ഇടവകാലങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഞാൻ സെക്കൻഡറി ഡിഗ്രി മിനിസ്ട്രി ചെയ്ത കോഴിക്കോട് ഇടവകയിൽ നിന്നും പാരിഷ് മിനിസ്ട്രി ചെയ്ത മറ്റിടവകളിൽ നിന്നും പ്രത്യേകിച്ച് BGC കാര്യങ്ങൾക്ക് സഹായിച്ച കൊല്ലിക്കാമോൾ ഇടവകയിൽ നിന്നും എത്തിയിട്ടുള്ള എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിച്ച ഒരു സമയം എൻ്റെ റീജൻസി കാലഘട്ടമാണ്. ഞാൻ ഒരു സ്കൂളിൽ പാറിപ്പറന്ന് നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ പാറിപ്പറക്കാൻ എനിക്ക് ചിലർക്കുന്നത് റോഷനച്ചനാണ്. ഒരുപാട് സ്വാതന്ത്ര്യവും ഒരുപാട് അവസരങ്ങൾ നൽകിയ വളർത്തിയവരാണ്. ഒരു പക്ഷേ എൻ്റെ ജീവിതം എത്ര വ്യക്തികളെ നോക്കി ഫേസ് ചെയ്യാനുള്ള ധൈര്യവും ആ ഒരു കഴിവും ഒക്കെ അവരുടെ റീജൻസി കാലഘട്ടത്തിൽ ഞാൻ നേടിയെടുത്താണ്. ഇന്ന് 2 അച്ഛന്മാരും ഇവിടെയുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ റോഷനച്ചനെ ഞാൻ നന്ദിയായിരിക്കുന്നു. എന്റെ ഡീക്കൻ മിസ് ചെയ്ത എന്റെ പുതിയൊരു ഇടവക ഒരിക്കലും ഞാൻ മറക്കാൻ പാടില്ലാത്ത എന്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഞാൻ എന്നും സൂക്ഷിക്കുന്ന ഇടവകയാണ് പുതിയ. പ്രിയമുള്ളവരെ, അവിടെയുള്ള അവരുടെ സ്നേഹം, ആ വാത്സല്യം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇന്നും അവരുടെയൊക്കെ ഹൃദയം എനിക്കിടം നൽകാൻ അവർ നൽകിയെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് കരുതലുള്ളവരാണ്. ഞാൻ എന്ത് പ്രസംഗിച്ചാലും വന്നിട്ട് പറയും, അച്ഛൻ സൂപ്പർ പ്രസംഗമായിരുന്നു, ഞാൻ എന്ത് പറഞ്ഞാൽ പറയും നല്ലതായിട്ട് അടിപൊളിയായി, അതൊക്കെ നല്ലതല്ലായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അവരുടെയൊക്കെ ആ നല്ല മനസ്സാണ് എനിക്ക് ഒരുപാട് ധൈര്യം നൽകിയത് അവിടെന്നാണ്. ഞാനൊക്കെ പണ്ട് മൃതസംസ്കാരത്തിന് കൈ ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു. പക്ഷെ അവിടെ എടുത്ത മൃതസംസ്കാരം എടുത്തെടുത്ത് എന്നെ ധൈര്യമായ ബന്ധമുണ്ട്. അവിടെ നിന്ന് പല വ്യക്തികളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് കുടുംബമായി അവരുടെ എത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ഇടവക കുഞ്ഞിടവകയാണ്. ഇരിക്കാൻ പോലും എല്ലാവർക്കും ഇടവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഒരുപാട് ഈ ഇടവകയെ കുറിച്ച് പറഞ്ഞ ഒരുപാട് കുറവുകൾ ആർക്കും പറയാം. പക്ഷേ എൻ്റെ ഇടവകയെ കുറിച്ച് ഞാൻ പറയുന്ന ഏറ്റവും മഹത്തരമായ ഒരു കാര്യം, എൻ്റെ കമ്മിറ്റി അംഗങ്ങൾ ഈ പട്ടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സബ് കമ്മിറ്റികളുണ്ട്. വിൻസെന്റ് ഇക്കോ സൊസൈറ്റി, KCY, വാട്ടർ വോയിസ്, VCC ഭാരവാഹികൾ, വീണ്ടെടുപ്പിന്റെയും തകർപ്പിന്റെയും ദാനം നൽകാൻ കഴിവുണ്ടായ ദൈവം തന്റെ വിരലാനന്ദപ്രദമാകാം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ വീണ്ടെടുപ്പ് വഴിയും ശാശ്വത സ്വാതന്ത്ര്യത്തിന്റെ ദാനം നേടിയ നിങ്ങൾ അവിടുത്തെ മഹാവാസതയോടെ നിത്യാവകാശത്തിൽ പങ്കാളികളാക്കിയ ഇടയാകുമാറാകട്ടെ. വിശ്വാസത്തിലൂടെ ജ്ഞാനസ്നാനത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ നിങ്ങൾ ഇപ്പോൾ സുഹൃത ജീവിതം നയിച്ചു രാജ്യമായ സ്വർഗത്തിൽ ഒന്നിച്ച് യോഗ്യരാക്കിയിരുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം
എന്നും നിരത്തിൽ